ആൻസർ. നിങ്ങൾക്ക് എന്തിട്ടാണ് സലിംക്ക വേണ്ടിയേ? പറ, പറയുന്നു പറയല്ലേ? ഇവനെന്താ ആദ്യമായിട്ട് വായിൽ ഓർക്കാണോ? എന്താടാ? അയ്യോ എതുക്കതല്ല, വെറുതെ ഒന്ന് ശൂന്യ പോരെ, സലിക്ക് ഉണ്ടാക്കി തരില്ലേ? உங்களோட டேஸ்ட் எதுவும் எனக்கு தெரியாது. குடிச்சு பாருங்க, சக்கரை ஜாஸ்தியா இருக்கா இல்லையான்னு. എന്തൊരു മനോഹാരിത! ഉമ്മച്ചിയുടെ അതേ കൈപ്പുണ്യം, അതേ കടുപ്പം, അതേ മധുരം, കറക്റ്റാ. ശരിയാട്ടോ, ചായ പൊളിച്ചിക്കണ്. இந்த மாதிரி ചായ എന്നോട് ലൈഫിൽ ഞാൻ കുടിക്കില്ല. താങ്ക്സ് അണ്ണാ. നന്ദി മോളെ. വിളിച്ചത് കേട്ടല്ലോ, അണ്ണാന്ന്. That means bro, സഹോദരൻ. നടക്കൂ മാറേ. എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാന്നുണ്ട് അവർ തമ്മിൽ കല്യാണം കഴിക്കണില്ലേ? അതുകൊണ്ട് എന്നിൽ നിന്ന് കൂടുതൽ മാന്യതൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. വൃത്തിയായിട്ട ചായ നീ പല്ല് കേൾക്കാത്തോണ്ടായിരിക്കും. ഇയാളുടെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നന്നാവൂല. ഇക്കയാണ് അത്ര ചാറ്റ. അതെ, ഈ ചായയും ചോറൊക്കെ ഉണ്ടാക്കി ഇവിടെ തന്നെ നിർത്താനാണ് പരിപാടി? ബാറിലൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞേച്ചാ പോരെ. ഈ ബാറ് പബ് എന്ന് പറഞ്ഞ കുട്ടിക്കളിയല്ല, പിന്നെ മദ്യപിക്കാനുള്ള സ്ഥലമാണ് അല്ലേ? അണ്ടർവേൾഡ് ആണ്, അണ്ടർവേൾഡ്. ഇവളെങ്ങാനും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇവന്റെ അണ്ടർവെയർ മാതിരിയോ തോള വീഴും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ എവിടെ കൊണ്ട് നാക്ക്. ഇപ്പൊ മനസ്സിലായോ ഞാനൊരു ചേറ്റയല്ലാന്ന്? ചേറ്റകളെ ജീവട്ടാ, ചിലപ്പോ തോന്നുന്നു ഇയാള് തത്വജ്ഞാനിയാണെന്ന്, ചിലപ്പോ കാമപ്രാന്തനാണെന്ന്. ശരിക്കും ഇയാളാരാ? ചേറ്റ. അതെ, അധികം സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, പറഞ്ഞു വിട്ടേക്ക്. അതാണ് നമുക്ക് നല്ലത്. 300. വാ. ഹലോ, ശീഘ്രം പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. പക്ഷെ പിന്നെ എന്നെ ചെയ്യണമെന്ന് കേട്ടാ അത് ഞങ്ങൾക്ക് தெரியாது. இந்த மாதிரி സിറ്റുവേഷനിൽ കുട്ടിസായേക്കാളുള്ള ഒരു ബന്ധവും കഴിവൊന്നും ഞങ്ങൾക്കില്ല. ചുമ്മാ സമാധാനിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചൊല്ലിയിട്ട് കാര്യമില്ലോ അല്ലേ? ഏതായാലും ഒന്നുകൂടെ യോജിച്ചൊരു മുടിവെടുത്താൽ പോതും. ഇത് വെച്ചോളൂ. ஐயோ அது வேணாம். நேற்று நைட்டு இங்கே தங்க இடம் கொடுத்தது தான் பெரிய ஹெல்ப். அது போதும். ரொம்ப தேங்க்ஸ். അല്ല, ഇത് വെച്ചുക്കോ. എവിടെയെങ്കിലും എന്തെങ്കിലും പാക്കത്തൊക്കെ ഭാഗ്യം കിടച്ചാൽ അപ്പം തിരുപ്പി വാങ്ങിച്ചോളാം. അല്ല സലിമിക്ക? അതെ, ഒന്നിലും നമുക്ക് 4 ആൾക്കാരോട് പറയാലോ ശ്രീലങ്കക്കാരെ നമുക്ക് കാശ് തരാണ്ടെന്ന്.